ഇനി ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ അഴീക്കോട് മാഷും തമ്മിലുള്ള ബന്ധം ഏറെയാണ്. അവര് തമ്മിലുള്ള കഥകൾ ഏറെയുണ്ട്. ഒരു പ്രസംഗവതിയെ വൈക്കം മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. പലപ്പോഴും നമുക്കറിയാം വ്യാകരണത്തിന്റെ യാതൊരു വേലിക്കെട്ടുകളും ഇല്ലാതെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ തന്റെ തനതായ ശൈലിയിലൂടെ മലയാളത്തെ സമ്പുഷ്ടമാക്കിയത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അഴീക്കോട് മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: വ്യാകരണത്തിന്റെ വേലിക്കെട്ടുകൾക്കും അപ്പുറം കടന്ന് ആകാശമിട്ടായി മലയാളിക്ക് സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ വ്യാകരണത്തിന്റെ വേലിക്കെട്ടിനും പുറത്ത് ആഖ്യായികയും തിരിച്ചറിയാത്ത മുഹമ്മദ് ബഷീറിന്റെ പിന്നാലെ വാക്കുകൾ കരഞ്ഞു വിളിച്ച് എന്നെ കൂടി കൂട്ടണേ എന്ന് എന്തൊരു അത്ഭുതമാണിത് അല്ലെ? ഭാഷാ പാണ്ഡിത്യത്തിനും അപ്പുറം അല്ലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒട്ടേറെ ആയിട്ടുള്ള ആകാശമിട്ടായി എന്നുള്ളത് നമുക്കറിയാം അല്ലെ? പ്രേമലേഖനം എന്ന കഥയില് നമ്മുടെ കഥാനായകനും കഥാനായികയ്ക്കും ഉണ്ടാകുന്ന കുഞ്ഞിന് ഇടുന്ന പേരാണ് ആകാശമിഠായി. ജാതിക്കും മതത്തിനും ഒക്കെ ഉപരിയായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ്. ഇവിടെ കൂടുതലേറെ പറഞ്ഞു പോകുന്നില്ല. കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ച് ഒരു സദസ്സിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി കൂടി ഇവിടെ നൽകി കൊണ്ട് ഞാൻ എന്റെ ക്രിസ്തു ഭാഷണത്തിൽ നിന്നും മടങ്ങാം. ഞാനൊക്കെ ചെറിയ സൂചി കൊണ്ടാണ് തൊടുക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ കോടാലി കൊണ്ടാണ് തൊടുക്കുക, മർമ്മം ഭേദിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം വെറും കുഞ്ചൻ നമ്പ്യാരല്ല, കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരായത്. വെറും ഒരു കലക്കലല്ല, അതൊരു വല്ലാത്ത കലക്കലാണ്. ഇതൊക്കെ നമ്മൾ സുകുമാർ അഴീക്കോടിന്റെ തനതായ ശൈലിയിൽ കൂടി കേൾക്കുമ്പോൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മനോമണ്ഡലത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാകും. നമുക്കറിയാം, അദ്ദേഹം മരണാസന്നനായി തൃശൂർ അമല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നിത്യസന്ദർശകനായിരുന്നു നമുക്കറിയാവുന്നതുപോലെ മിമിക്രി ആർട്ടിസ്റ്റും പ്രഭാഷകനും ഒക്കെയായ ജയരാജ് വാര്യർ. അപ്പോ അദ്ദേഹം പറഞ്ഞ ഒട്ടേറെ കഥകളുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത്, ഡോക്ടർമാർ അദ്ദേഹത്തോട് ഉപദേശിച്ചു, ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയാണെങ്കിൽ അങ്ങേക്ക് വീണ്ടും അങ്ങയുടെ ആയുസ് കൂട്ടിക്കിട്ടും. അപ്പൊ വളരെ രസകരമായിട്ട് അഴീക്കോട് മാഷ് ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയാണെങ്കിൽ എത്ര നാൾ കൂടി ജീവിച്ചിരിക്കും എന്ന് ചോദിച്ചു. പക്ഷേ ഒരു 25 വർഷം കൂടി തീർച്ചയായും അങ്ങേക്ക് ജീവിച്ചിരിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിന്റെ രസകരമായ മറുപടി ഇവിടെ വായിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 106-ാമത്തെ വയസ്സിലും മരിക്കണ്ടേ? അങ്ങനെ 106-ാമത്തെ വയസ്സിലും ഇങ്ങനെ മരിക്കുന്ന ആ ഒരു വൃഥാ പരിപാടിക്ക് ഞാൻ എന്തിനു മുതിരണം എന്നാണ് അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞത്. അങ്ങനെ പറയുവാൻ ഒട്ടേറെ നമുക്കറിയാം. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് അവർ വളരെ 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 ശത്രുതാ മനോഭാവത്തിലായിരുന്നു. SNDP എന്ന ചന്ദന വൃക്ഷത്തിന് കെട്ടിപ്പിടഞ്ഞിരിക്കുന്ന വിഷപ്പാമ്പാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് സുകുമാർ അഴീക്കോട് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത്. അപ്പോ ഈ രോഗാവസ്ഥയിൽ ശസ്ത്രക്രിയയൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം ആശുപത്രിയിൽ കഴിയുമ്പോൾ ശത്രുതയൊക്കെ മറന്ന് വെള്ളാപ്പള്ളി നടേശൻ അമല ഹോസ്പിറ്റലിൽ അഴീക്കോട് മാഷിനെ കാണാനായിട്ട്. ആദ്യം വളരെ സ്വാഭാവികമായി അവര് ഔദ്യോഗികമുള്ള ഒരു എന്താ പറയാ, നമ്മൾ സാധാരണ കാണുമ്പോൾ ഒക്കെ വിഷ് ചെയ്തതിനു ശേഷം രണ്ടുപേരും ഇരുന്നു. സംഭാഷണം മുറിഞ്ഞു. ആര് തുടങ്ങണം എന്നായി. അപ്പോ വെള്ളാപ്പള്ളി ചോദിച്ചു, പക്ഷേ രാത്രിയിൽ എന്താ ഭക്ഷണം? വൈകുന്നേരം അവരുടെ കാഴ്ച രണ്ടുപേരും കൂടെ കൂടിയത്. എന്താ ഭക്ഷണം? പക്ഷേ 2 ചപ്പാത്തി കഴിക്കും.
2 ചപ്പാത്തി. അപ്പോൾ മാഷി ചോദിച്ചു, വെള്ളാപ്പള്ളിയോ? ഞാൻ ഒരു ചപ്പാത്തി. അപ്പം മാഷ് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റിരുന്നിട്ട് അടിമുടി ഒന്ന് നോക്കി. അപ്പം വെള്ളാപ്പള്ളി ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കും? എന്താ പക്ഷേ? അല്ല, ഞാൻ ആ ചപ്പാത്തിയുടെ ആ വലിപ്പം ഒന്ന് ആലോചിക്കുകയായിരുന്നു. ആ ചപ്പാത്തിയുടെ വലിപ്പം ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. ഇത്രത്തോളം രസകരമായ ഭാഷണങ്ങൾക്കുണ്ട് അല്ലേ? കുറുക്കി കൊള്ളുന്ന എന്താ പറയാ, മരണക്കിടക്കയിൽ പോലും അദ്ദേഹത്തിന്റെ മനീഷയുടെ ആ പ്രകാശം എത്രത്തോളം നമ്മുടെ കേരള മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല. എഴുത്തിനെ സ്നേഹിക്കുന്ന, വായനയെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ കേൾക്കുന്ന 1000-ത്തിലധികം പ്രഭാഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാ മോഹൻ സാർ പറഞ്ഞൊരു കാര്യം, അതിന് ഏറ്റവും കൂടുതൽ ശത്രുത ഏൽക്കേണ്ടി വന്നത് RSS സംഘവൃത്തങ്ങളിൽ നിന്നാണ്. ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന് ഉള്ള കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് വളരെ അഭിപ്രായ സംഘടനം അഴീക്കോട് മാഷും ആ വിഭാഗവും തമ്മിലുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുമെന്നുള്ള നിലയിലുള്ള എന്താ പറയാ, ഭീഷണികളുണ്ടായി. അപ്പൊ അതിനെ തുടർന്ന് 10 ദിവസത്തോളം തൃശ്ശൂർ സാഹിത്യ അക്കാദമി 10 ദിവസത്തോളം തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ച് അദ്ദേഹം ഓരോ ദിവസവും പ്രഭാഷണം നടത്തി. ആ 10 ദിവസം കഴിയേണ്ടി വന്നില്ല. ആരാണോ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയായി പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ ആ കൂട്ട് സുകുമാർ അഴീക്കോടിന്റെ വഴിയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്ത സത്യം നമുക്കൊക്കെയും തിരിച്ചു. കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിനായി പ്രസാദ് ഗുരുസ്വാമിയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ റെജി വന്ന് എന്നോട് പറഞ്ഞു 2 മിനിറ്റ് എടുക്കാവുള്ളൂ. 2 മിനിറ്റ് പോരാ എടുക്കാൻ. കാര്യം ഇവിടെ വളരെ സവിസ്തരം അദ്ദേഹത്തെ അനുസ്മരിച്ച അതിഥികളും നമ്മുടെ പ്രിയങ്കരായ പിന്നെ വേദിയിലുള്ള പ്രിയപ്പെട്ടവരും സദസ്സ് കാര്യമായി ഇത് ശ്രമിച്ചുകൊണ്ടിരുന്ന സദസ്സിലുള്ള വ്യക്തിത്വങ്ങൾ, ഇവർക്കെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകമായിട്ട്. എന്നാലും ഞാൻ വളരെ സമിതിയുടെ പേരിൽ വളരെ വേഗത്തിൽ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനെ രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോൺസൺ സാറ് നമ്മുടെ മാവേലിക്കരയിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെയും പ്രധാന ഭാഗമായിട്ട് പ്രത്യേകിച്ച് AR സ്മാരകത്തിൻ്റെ ജീവനാടി എന്ന് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചതിലൂടെ ഈ സദസ്സ് ധന്യമായി അദ്ദേഹത്തിന് ഹാർദമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് സ്വാഗതാശംസിച്ച സജി എണ്ണക്കാട് ഫോട്ടോഗ്രാഫി രംഗത്ത് വളരെ സജീവമായി നിന്നുകൊണ്ട് ദീർഘകാലം അത് ജോസ്ഫറിൻ്റെയൊക്കെ സ്മാരകം പോലും സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ച് ശ്രദ്ധ നേടിയിട്ടുള്ള സജി എണ്ണക്കാട് ഈ സ്വാഗതം ആശംസിച്ച അദ്ദേഹത്തിന് ഈ സമിതിയുടെ കൃതജ്ഞത, ഈ യോഗത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത മാവേലിക്കരയുടെ പ്രിയങ്കരനായ നാടകകൃത്ത് ഫ്രാൻസിസ് ടി മാവേലിക്കര, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അഴീക്കോട് മാഷിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പങ്കുവെച്ച യോഗങ്ങളിലൊക്കെ അദ്ദേഹം പലപ്പോഴും തനിക്കിഷ്ടമില്ലാത്ത യോഗങ്ങളൊക്കെ നിരസിച്ചതിൻ്റെ അതിൻ്റെ കാരണങ്ങളൊക്കെ സവിസ്തരം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഈ വിഷയത്തെ, ഈ സദസ്സിനെ ധന്യമാക്കിയ ഉദ്ഘാടകൻ ഫ്രാൻസിസ് ടി മാവേലിക്കരയ്ക്ക് ഈ സമിതിയുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ശ്രീ ഉമ്മാ മോഹൻ അവർകൾ, അദ്ദേഹം കുറച്ച് പരിഭവ രൂപേണ പറഞ്ഞു. മാവേലിക്കര ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, എങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കിട്ടിയില്ല. എന്നാലും
അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അദ്ദേഹത്തെ സന്നിഹിതനാക്കി ഈ യോഗത്തെ ധന്യമാക്കിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രസാധന രംഗത്ത് ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ്. ദീർഘകാലം തൻ്റേതായ ശൈലിയിലൂടെ ചെറിയ നീക്കങ്ങളോടെ അത് വലിയ രീതിയിലുള്ള സ്റ്റെപ്പുകൾ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് ധന്യമായി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ശ്രീ KG മോഹൻ സാറ് നമ്മുടെ പല യോഗങ്ങളിലും വരാറുണ്ട്. ഈ യോഗത്തിലും തൻ്റെ പത്രപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ അഴീക്കോടിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സ്നേഹവായ്പകളൊക്കെ പങ്കുവച്ചു. അദ്ദേഹത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ മാവേലിക്കരയുടെ നഗരസഭ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ് ആ മാന്യദേഹവും ഈ യോഗത്തെ ധന്യമാക്കി കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അഭിഭാഷകൻ നമ്മുടെ ഭാഗമാണ്. നമ്മുടെ എല്ലാ സാഹിത്യവേദികളിലും തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ സുരേഷ് കുമാർ അവർ അദ്ദേഹത്തെയും ഈ സദസ്സിൻ്റെ കൃതജ്ഞത സദസ്സിന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു, വളരെ പ്രൗഢമായ സദസ്സും വേദിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ചില സദസ്സുകളിൽ അവർ വേദിയിൽ വരുന്നു, അടുത്ത യോഗത്തിൽ സദസ്സിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയത്തക്ക വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അമ്മ സരോജിനി അമ്മ, പിന്നെ അശ്വൻ പടനിലം, സാറ്,